അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മത്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കാനൊക്കെ ഇത് മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ: ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഇത്തിരി നമ്മൾ ഇടിച്ച മുളകില്ലേ, നമ്മൾ ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറയും, അതെ. ഇനി ഒരു ഇത്തിരി പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം കൂടെ വേണം കേട്ടോ. അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി കാശ്മീരി മുളക് പൊടി, പിന്നെ ഉപ്പും, അത് മൂന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, നന്നായിട്ട്. ഇപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. കണ്ട, ഇനിയിപ്പോൾ നമ്മൾ തീ കത്തിച്ചു കൊടുത്തതിന് ശേഷം ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ, അതും കൂടെ അതിലിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ കറിവേപ്പിലയും കൂടെ അതിലിട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും കൂടി അതിലിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം എണ്ണയിലൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഈ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമല്ലേ, അതതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീനില്ലേ, ആ മീൻ നമ്മളതിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഇത് ഇത്തിരി ചെറിയ മീനാണ്. ഇത് വലിയ മീനും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഒന്നും കൂടെ കാണാനും ഭംഗിയുണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. എനിക്കിപ്പോൾ ചെറിയ മീനാണ് കിട്ടിയത്, അപ്പം നമ്മൾ ഇതുകൊണ്ട് ട്രൈ ചെയ്തെന്നുള്ളൂ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാതും ഞാൻ അതിലിങ്ങനെ റെഡിയാക്കി വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അതിങ്ങനെ അതിൽ തിളച്ച് ആ വെള്ളത്തിലൊക്കെ അത് റെഡിയായി വന്ന് വറ്റി ആ എണ്ണ തെളിയണൊരു ടൈമില്ലേ, അപ്പോൾ നമ്മൾ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുക. ഈ ചെറിയ മീനായതുകൊണ്ട് മറിച്ചിടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും മറിച്ചിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ട് ഇങ്ങനെ, ഇതിപ്പോൾ ഇത്തിരി ഇങ്ങനെ ക്രിസ്പി ആക്കാതെ എടുക്കുക. എനിക്ക് ഇത്തിരി ക്രിസ്പി ആക്കി എടുക്കണം എന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് പൊരിച്ച് അങ്ങനെ എടുത്തതാണ്. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുത്താലും നല്ല ടേസ്റ്റാണ്. സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതെല്ലാവരും ഉണ്ടാക്കണം തന്നെ ആവും, പക്ഷേ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.